ആ ആ വേറെ എന്തുവാ വിശേഷം? ആ എന്നിട്ട് ആ ആ ആ ആ ആ പ്രശാന്തനോ? ആ ഇല്ല, അതിന്റെ പഴയ ചത്തുപോയായിരുന്നു. കൊന്നവൻ. ആ ആ ആ ചത്തോ? ആ ആ ആ അതറിഞ്ഞായിരുന്നു, പാവം. ആ അതറിഞ്ഞായിരുന്നു. ആ ആ ആ ആ ഇല്ല, ഞാൻ വന്നിട്ടില്ല. എങ്ങനെ എങ്ങനെ കണ്ടില്ലല്ലോ. ആ ആ ആ അവളോട് ഞാൻ ഒന്ന് രണ്ട് മാസം മുന്നേ, ഒരു മാസം മുന്നേ സംസാരിച്ചായിരുന്നു. നല്ലത് പഠിക്കാനൊക്കെ കഴിക്കുക, നല്ല കഴിക്കുകയാണ് പഠിക്കുന്നത്. അതെനിക്കറിയാം. ആരുള്ള ടൈമില് അവള് കോട്ടയത്ത് ആലപ്പുഴ ചേർത്തലേ കണ്ടു വെക്കുന്നു പഠിക്കുന്നത്. ആ ആ അപ്പൊ മറ്റ് ഏതോ ആ നമ്മളെ കൊണ്ട് ചുമ്മാതൊക്കെ നമ്മളവിടെ പോയാൽ നമ്മളെ ശല്യം ചെയ്യുക, വലിയ തൊക്ക നമ്മളെ കൊണ്ട് കാണാനായിട്ട് കളകൾ ഉണ്ടാക്കുക. നമ്മള് ഒരു റേറ്റിലുള്ള ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. നമ്മള് പാദയാത്രയ്ക്ക് ഇവിടെ കൂട്ടും കെട്ടൊക്കെ ഉള്ള ഫ്ലാറ്റാണ്. നമ്മള് പാദയാത്രയ്ക്ക് എങ്ങാണ്ട് പോകുന്നു വരുന്നു, അല്ലെങ്കിൽ ക്യാമറ ഉണ്ട്, രണ്ട് ക്യാമറ ചെറുതായിട്ട് കളകൾ ഉണ്ടാക്കുക. വലിയ ശല്യമാണ് ഇവന്മാരെ കൊണ്ട്. ഒരു ശല്യം എന്ന് പറഞ്ഞാൽ ഒരു അനിയത്തി എന്ന് പറഞ്ഞാൽ അറിയാവോ? അവിടെ അറിയാവോ? ഒരു ഇതായ സംഖ്യ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഏഹ് അവർക്ക് വലിയ പൊക്കലല്ല. എന്റെ പൊക്കൽ അടക്കി മാറ്റണം. അവളെ ഭർത്താവിനെ കൊണ്ടേറ്റ് ഞാൻ നടക്കുക, ഭർത്താവിനെ കൊണ്ടേറ്റ് അവർക്ക് ഇതിനെ കൂടെ ഞാൻ കൊടുക്കാൻ അവസാനം എന്റെ കൊച്ചിനെ വകവരുത്താനൊക്കെയുള്ള ഉദ്ദേശത്തിലല്ലേ നടക്കുന്നത്. പക്ഷെ സ്വത്തല്ല കിട്ടണം. ഇവരുടെ സ്വത്തിന് ഏതാണ്ട് പ്രത്യേകം പറഞ്ഞാൽ വാങ്ങിച്ചതൊക്കെ അറിഞ്ഞിരിക്കും. അതും അറിഞ്ഞിരിക്കും. ആ ആ ഒരു കോടി. ഏത് ഏതൊക്കെയാ വേറെ വാങ്ങിച്ച് വേറെ ഇവൻ ഇവിടുന്ന് പോകാനാണ്. ഇവൻ ഇവിടുന്ന് പോയി അവള് പ്രീതയെന്ന് പറഞ്ഞവളുണ്ടല്ലോ, എന്റെ അനിയത്തി എന്ന് പറഞ്ഞവള്, അവള് മലമ്പുഴക്കടുത്ത് ഗുലാബിനകത്ത് അവള് വീടൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഇവരും അങ്ങോട്ടെങ്ങാണ്ടെല്ലാം പോയി പതിയെ പതിയെല്ലാം വിറ്റ് വെച്ച് പോയി ഇവരുടെ കൂടെ അത് ചേരാനുള്ള പരിപാടിയാണ്. ഇതൊക്കെ ഒന്നും അറിയത്തില്ല. എനിക്ക് വല്ല അറിയാം അവൻ ആരാ പോണെന്ന് അറിയാമോ? എന്നിട്ട് നമ്മളെ ഇതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ വക വരുത്തണം എന്നുള്ള ചിന്തയോ പല നമ്മൾ ഈ ഡൽഹിയിൽ പോകുന്ന ടൈമിൽ കുറെ ആളുകളൊക്കെ ഇല്ല രാജിന്റെ ബന്ധുക്കളൊക്കെ ഡൽഹിയിലൊക്കെ ഉണ്ടല്ലോ. ഇവന്മാരൊക്കെ ആയിരിക്കും പൊതുവായിട്ട് അമരാവതി കുറെ എണ്ണമുണ്ട് ഇങ്ങനെ അവിടെയൊക്കെ നടക്കുന്നവന്മാര്. അവരുടെ നമ്മുടെ പുറകിൽ നടക്കാൻ പല പല വേലകൾ നടക്കുക ഇവന്മാര്. വലിയ ചെല്ലാന്മാരെ കൊണ്ട് നമ്മളെവിടെ പോയി എവിടെ വാടകയ്ക്ക് പോയാൽ അവിടെ വല്ലതുണ്ടോ? എന്നെ വേറൊന്നും പോലും നമുക്കറിയില്ല. എന്താ ഇതിന്റെ ചുറ്റിനുള്ളവരെ കുറെ ഇതിന്റെ ഈ എന്റെ നാളെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. നമ്മുടെ തൊട്ടുകൊണ്ട് സാധ്യമായിരിക്കില്ല. അവന്മാരെയൊക്കെ നമുക്കറിയാമോ? നമ്മൾ സംസാരിച്ചിട്ട് പോലില്ല. അവന്മാരെ അവരെ കണ്ടു വലിയ കാര്യമാ. നമ്മുടെ ഫോണ്, നമ്മുടെ ക്യാമറ ഉണ്ട് എന്റെ മുറിയില്. ഇതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ക്യാമറ എല്ലാം യൂട്യൂബിലും ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഞാനെല്ലാം സേവ് ചെയ്യുന്നുണ്ട്. രാത്രിക്ക് വരെയുള്ളത് നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്നതും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് റെക്കോർഡാക്കി വെക്കുന്നുണ്ട്. പക്ഷെ മൂന്നാമത്തെ പറയുന്നത് വളരെ രീതിയിലെ തെളിവുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വലിയ ശല്യമാണ്. ഞാൻ ഇവിടെ വന്നത് മുക്കുമുല്ലെന്ന് പറഞ്ഞ് എന്നെ അഡ്വക്കേറ്റ് യഥാർത്ഥ ഒഫീഷ്യൽ നെയിം അത് വിളിച്ചിട്ടാണ് അതിനോട് ഞാൻ താമസിക്കുന്നത് കേട്ടു. എന്നിട്ട് ഇവന്മാരിങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് നമ്മളെ വലിയ ശല്യമാണ് സത്യത്തില്. നമ്മൾ ഇരിക്കുന്നിടത്തോട്ട് കുറെ വീതിക്ക് കാണിക്കുക, നമ്മളെ പൊള്ളിക്കുക, പല രീതി പൊള്ളിക്കുക, നമ്മുടെ തലയിലോട്ട് ഈ ലേസറോ പോലെ ചൂടുള്ളത് എല്ലാം അടിക്കുക, നമ്മളെ മുടി കൊഴിക്കുക, ഭയങ്കര ശല്യം ഇവന്മാരെ കൊണ്ട് കേട്ടോ. വല്ലാത്ത രീതിയിലുള്ള ശല്യങ്ങളാ, വലിയ ശല്യം.
എങ്ങനെയെങ്കിലും ഈ സമയം ഒന്ന് വളവെക്കുക, അതുപോലെ വളവെക്കണമെന്ന് നമ്മുടെ രീതിയില്ല നടക്കുന്നത്. ആ എന്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ മഹാപള്ളി, അവിടെ ഭർത്താവിനെ പോലെ ഈ ഇൻഷുറൻസ് അറിയാമോ, ലൈഫ് ഇൻഷുറൻസ്, അതെല്ലാം 2 കോടിയോ 3 കോടിയൊക്കെ തട്ടിയിട്ട് നടത്തുന്നതാണ്. എന്തുവാ നാട്ടുകാരെല്ലാം പറഞ്ഞത്, എന്തുവാ എന്റെ അമ്മച്ചി ഇവരെല്ലാം എന്തോ ഈ ബിജെപിന്നെല്ലാം ഉള്ളവരെല്ലാം പറഞ്ഞത് അവൻ എന്തുവാ അറ്റാക്ക് പോലെ ശക്തമെന്നാ പറഞ്ഞത്. പക്ഷെ ഞാനൊന്നും ഇവരുടെ ഈ ബിജെപി എന്ന് പറയുന്നതൊക്കെ ഓടിച്ചിരിക്കും. എന്റെ വീട്ടുകാരെല്ലാം ഓടിച്ചാൽ എന്റെ വീട്ടിൽ പോയപ്പം അവിടെ നാട്ടുകാരെല്ലാം എന്നോട് ചോദിച്ചാൽ പറയും ഇതിന്റെ എന്തുവാ ഈ ചെല്ലമുറിന്നാണ് പേര്, പ്രകടനിലോ കെട്ടി തൂങ്ങി ചട്ടതന്നെയാണ്, കെട്ടി തൂങ്ങി ചട്ടതന്നെയാണ് എന്നോട് ചോദിച്ചത്. കെട്ടി തൂങ്ങി ചട്ടത് നമുക്കറിയുന്ന പോലും ഇല്ല എന്തോ സംഭവിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ അറിയുന്നത് അന്നേരം നാട്ടുകാരെല്ലാം പറഞ്ഞത് നീക്കാരിയും കെട്ടി തൂങ്ങി ചാവുമായിരുന്നു, കെട്ടി തൂങ്ങി. അപ്പൊ ആൾക്കാരൊക്കെ പറഞ്ഞ് തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയാണ് ഇവളുമാരെല്ലാം കൂടെ. ആ അതുപോലെ എന്റെ അച്ഛന്റെ ഒരു അനിയന്റെ മോനുണ്ട് മോഹൻ സിംഗ് എന്ന് പറയുന്നത്. ആ നാട്ടുകാരോടെല്ലാം വിളിച്ച് പറഞ്ഞത് ഇവിടെ ഈ പ്ലാസ്റ്റിക് പോയിസൺ അറിയാമോ, ഈ ആഹാരത്തിൽ കൂടെ ഇപ്പൊ പോലെ പെണ്ണുങ്ങൾ ആഹാരത്തിൽ കൂടെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ എന്തോ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും ഒക്കെ ഈ വെള്ളത്തിനകത്തൂടെ ആഹാരത്തിനൂടെ കുറെ രക്ഷപ്പെട്ടു കൊല്ലുന്ന രീതിയുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ. അതുപോലെ എങ്ങാണ്ട് കൊടുത്ത് വന്നതെന്നാ പറയുന്നത് ഇവള്. അവ പറഞ്ഞത് അങ്ങനെ. എന്റെ അച്ഛന്റെ സ്വന്തം അനിയന്റെ മോനെ അവള് പറഞ്ഞിരിക്കണം. അതുപോലെ നമുക്ക് തരുന്നുണ്ടായിരുന്നു കുറെ വെള്ളത്തിനകത്ത് നമ്മളെ നഖ ഓടിക്കുക, വെള്ളത്തിനകത്തൂടെ കുറെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേപോലെ എന്റെ അനിയത്തി എന്ന് പറയുന്നത് മലമ്പുഴ സൈഡിൽ ഇവിടെ വെറുതെ ഞാൻ പോയായിരുന്നു ഒരിക്കല്. അങ്ങനെ ഇത് ഒരു കടയിൽ ഒരു വലിയ കണ്ണാത്ത് ആപ്പിള് വാങ്ങിക്കുന്നു. എന്നിട്ട് പറഞ്ഞേക്കുന്നത് അറിയാമോ, എന്തുവാ ഇവിടെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ വാഷ്റൂം ഉണ്ടല്ലോ, അവിടെ കുളിമുറിക്കകത്ത് അഴിച്ചു കളയാനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആപ്പിലോട്ട് ആരെങ്കിലും കുളിമുറിക്കകത്ത് അഴിച്ചു കളയുന്നത്? ഒരു കണ്ണാത്ത് ആപ്പിളായിട്ട് വാങ്ങിക്കൊണ്ട് പോയത്. എന്നിട്ട് എങ്ങനെയാണെന്നറിയോ ഇവന്മാര് നമ്മൾ കുളിക്കുന്ന വെള്ളത്തില് നമ്മൾ തലമുടിയെല്ലാം പൊളിക്കാനായിട്ട് വെള്ളത്തിനകത്ത് ഇതെല്ലാം ഒഴിക്കും. പിന്നെ നമ്മുടെ നഖമെല്ലാം പൊട്ടിക്കുക, നമ്മുടെ നഖം വളർത്തുന്നതൊക്കെ പൊട്ടിക്കുക, വലിയ പോക്കാണ്. വലിയ പല രീതിയിലാ രോഗം നമ്മുടെ മുടി പൊളിക്കുക എന്ന് വെച്ചാൽ നമ്മളെ നിരൂപമാക്കണം. നമ്മളെ എങ്ങനെയും നമ്മൾ എനിക്ക് 1080 കൂടുതലുണ്ട്. അതിന് മുന്നേ എങ്ങനെയെങ്കിലും തോന്നി ഇതുപോലെ ഇൻഷുറൻസ് ഒക്കെ ആക്കി ഫുഡടിക്കണം, ഫുഡടിക്കണം. അതിനെ ഇങ്ങനെ ഇതെല്ലാം ഡീറ്റെയിൽസ് വരെ ഇവിടെ കൂടെ പോകാനായി മതിയല്ലോ. ഇവിടെ ഇവർക്ക് 12 ഒരേക്കർ 10-65 ഏക്കർ സ്ഥലമുണ്ട്. ഒരേക്കർ 70 സെന്റ് സ്ഥലമുണ്ട് ഇവർക്ക്. എനിക്ക് ഒരേക്കർ 46 സെന്റ് സ്ഥലമുണ്ട്. ഇവ ഒരേക്കർ 70 സെന്റ് സ്ഥലത്തോടെ ഇവള് അവിടെ ഇട്ടേച്ചാൽ ഇവള് മലമ്പുഴ കാട്ടിനകത്താണ്. മലമ്പുഴ അറിയാമോ പാലക്കാട്? അവിടെ ഒരു കാട്ടിനകത്തൊക്കെ കൊണ്ടുപോയി വീട് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ കണ്ടതിനുള്ളവരോട് പറഞ്ഞേക്കണം. ഇവരെല്ലാം വിറ്റാക്കോ? എന്തൊക്കെ ഇവർ വിറ്റത്? ഏത് വീട്? ആ വീട് അവന്റെ അല്ലല്ലോ. അവന്റെ അല്ലല്ലോ ആ വീടായിരുന്നു. അത് നിങ്ങൾക്ക് അറിയത്തില്ലയോ? അവനത് വിറ്റാക്കത്തില്ല. അവന്റെ മിതമാർന്ന് ഏതാണ്ട് പന്തിയോട് കൊടിയെന്ന് പറയുന്ന നേരെ ശിവാനന്ദൻ എന്ന് പറയുന്ന അവരെ എല്ലാം അതല്ല. ഇതെല്ലാം കണ്ണമായി. ഇവരിതെല്ലാം ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇതിന്റെ വേറെ വന്നുള്ളത്. ഇതൊക്കെ പുതിയ രീതിയായിട്ട് ഇതെല്ലാം ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബാങ്കിലെല്ലാം ഇത് വെച്ചിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കോടിയൊക്കെ ഇതിനെടുത്തത്. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ കടം കയറി പോയെന്ന് വരുത്തിയിട്ട് ഇവരുടെ കൂടെയുള്ള പ്ലാന എന്റെ വീട്ടുകാരും കൊണ്ടിരുന്നു. അത് കേട്ടോ, എന്റെ വീട്ടുകാരും ഉൾപ്പെടുന്ന പ്ലാന ഇത്. എന്ന് വെച്ചാൽ എന്റെ അമ്മയ്ക്കല്ല, എന്റെ അമ്മയ്ക്ക് പറയാം അവനിപ്പം തീരെ സമയമില്ലെന്ന്. മോളുമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്റെ കാര്യം, എന്റെ അമ്മയ്ക്ക് വേണ്ട കാര്യമുണ്ടോ? നിങ്ങളെ പറയാൻ പോവോ? ആര് പറഞ്ഞു? ഏത് മോളോടൊപ്പം?